കണ്ട ഞാൻ നോക്കിയില്ല. കാണിച്ചുതരാം. ബേസിക്കലി അല്ലെങ്കിൽ പൊതുവെ എനിക്ക് ഈ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ്, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ല ആ ഷോ. എന്താ ഉറക്കം വരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, മൊത്തത്തിൽ ബഹളമയമായിട്ടുള്ള അല്ലെങ്കിൽ അരോചകമായ നമ്മുടെ ഈ സമൂഹത്തിലെ ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. എപ്പോഴും ബഹളം പ്രശ്നങ്ങൾ നിറഞ്ഞ നമ്മുടെ ഈ സമൂഹത്തിൽ, ഈ മനുഷ്യ ജീവിതത്തിൽ സമാധാനം തരാത്തൊരു ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഒരു എപ്പിസോഡ് പോലും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു സീസൺ. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. എനിക്ക് ചോദിക്കാനുള്ള ബിഗ് ബോസ് ഫാമിലിയോടാണ്, എന്താണ് ലാലേട്ട ഇതൊക്കെ, എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾക്ക് നല്ല പ്രോഗ്രാം പ്രൊഡ്യൂസറിന്, നല്ല കോണ്ടന്റ് റൈറ്റേഴ്സിനെ ഒക്കെ കിട്ടാത്തതുകൊണ്ടാണോ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? അറിയാതെ വായിന്ന് വീണ് പോയതാ. മതി, ഇനി വായിന്ന് വീഴണ്ട. ശരിയാ. ഒരു ഐഡിയ ഇല്ലാത്തതുപോലെ ഈ 2 ആഴ്ച അല്ലെങ്കിൽ ഈ 3 ആഴ്ച ഇതിങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്നത്. ഓഹോ, അപ്പൊ ഇത്രയും നാളെന്നെ വഞ്ചിക്കായിരുന്നല്ലേ? വഞ്ചിക്കയോ? ഒന്നും പറയണ്ട. ആൾക്കാർ ഇതിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അത് പ്രേക്ഷകർ കാണുന്നതാണ് എന്നൊരു ബോധം ബിഗ് ബോസിനുണ്ടല്ലോ അല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഇടക്കിടയ്ക്ക് ഗണഗംഭീര സൗണ്ടിൽ വന്നിട്ട് ബിഗ് ബോസ് ഹൗസ് എല്ലാവരുടെയും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. കണ്ടന്റിന്റെ ക്വാളിറ്റി, നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കി അതിലെ ക്വാളിറ്റി എന്ത് ടൈപ്പ് ഓഫ് ആയിക്കോ, ലോ ലെവൽ ആയിക്കോട്ടെ ഹൈ ലെവൽ ആയിക്കോട്ടെ, പക്ഷെ അത് കാണാൻ ആൾക്കാരെ പിടിച്ചിട്ടൊരു സാധനം അതിനകത്ത് എന്താണുള്ളത്? ഈ കൗതുക ലേശം കൂടുതലാണ്. സമയം ഇസ് നോട്ട് ഗുഡ്. സത്യം, സമയദോഷ.